ഇന്നൊരു കുമ്പളങ്ങ കറി വെച്ചാലോ? പനി പിടിച്ച് സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്, പോരായ്മകളൊക്കെ ഉണ്ടാവും, സദയം ക്ഷമിക്കുക. കുമ്പളങ്ങ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കുന്നതൊക്കെ സ്പീഡപ്പ് ആക്കിയപ്പം നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ ഇമ്മിണി പാടായിരുന്നു. ഇതിനെന്തിനാ ഇത്രയും കട്ടിയുള്ള തോട് കൊടുത്തിരിക്കുന്നത്? ഇതിനകത്ത് എന്ത് മുത്തോ പവിഴോ എല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ആ സമയത്തിരുന്ന് ആലോചിച്ചു. എന്തായാലും വെട്ടി നുറുക്കി ഇതേപോലെ കഷ്ണിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അത് നികക്കെ വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഇങ്ങോട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. കുക്കറിനകത്ത് വേണമെങ്കിലും വെക്കാം, പക്ഷേ ഞാൻ ഈ മൺചട്ടിയിൽ വെച്ച് വേവിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വേവുമ്പോഴത്തേക്ക് അരപ്പ് റെഡിയാക്കാം. തേങ്ങ തിരുമ്മൻ കൈ വയ്യാത്തതുകൊണ്ടാണ് പുളി എടുക്കുന്നത്. അതിനകത്ത് ജീരകവും വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടെ നല്ലവണ്ണം അരച്ചെടുക്കണം. അപ്പോഴേക്കും ഈ കുമ്പളങ്ങയൊക്കെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടാവും. അതൊന്ന് ഉടച്ചിട്ട് അതിനകത്തോട്ട് ഈ അരപ്പങ്ങ് ഇട്ട് കൊടുക്കും. ജാറ് കഴുകി ഇമ്മിണി വെള്ളമൊക്കെ ഒഴിക്കാം. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു ഇമ്മിണി തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ഗ്ലാസ്സോളം ഞാൻ ചേർത്തേ. ഇനിയിപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കടുക് താളിക്കാം. കടുക് താളിക്കുന്നതിനകത്ത് ഞാൻ വറ്റൽമുളകൊന്നും ഇടുന്നില്ല, കാരണം ഞാൻ പച്ചമുളക് അരച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ലേശം മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഇതാവുമ്പോൾ നല്ല കളർ കോമ്പിനേഷനാണല്ലോ. അങ്ങനെ ഞാൻ വെക്കുന്ന കുമ്പളങ്ങ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ കറി വെക്കുന്നതെന്ന് കമൻ്റ് ഇടേ. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസിപ്പികളൊക്കെ കമൻറ്റിലൂടെ ഷെയർ ചെയ്താൽ ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കാം.